ഹലോ കൂട്ടുകാരെ, വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എല്ലാം ഇഷ്ടമായി എല്ലാം കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ചായ ഇടയാണ്. അപ്പം നിങ്ങൾ ആരെങ്കിലും ചായയിൽ ഓമമൊക്കെ ഇട്ട് ചായ ഇടുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ചായയൊക്കെ അതാ തിളച്ച് ഈ ചായയുടെ കൂടെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് എനിക്ക് ദോശയാണ്. അപ്പോൾ ദോശയൊക്കെ ചുട്ട് എടുക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിന്? ദോശയുടെ കൂടെ ചമ്മന്തിക്കറിയും ദോശയും എല്ലാവർക്കും അത് ഇഷ്ടമാണല്ലോ. അപ്പോൾ അടുത്ത പണിയിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് മീനൊക്കെ വൃത്തിയാക്കാനുണ്ടായിരുന്നു. ഇത് പുഴ മീനാണ്, നമ്മൾ കടലിലെ മീനല്ല, തോട്ട് മീൻ എന്നൊക്കെ പറയൂലേ, പുളമീൻ, അതാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പം അത് കുറച്ച് കിട്ടി. അപ്പം നമുക്ക് ചോറിന് അത് കുറച്ച് വൃത്തിയാക്കി എടുക്കാം. ഞാൻ ഇങ്ങനെ മീനൊക്കെ കഴുകി വയ്ക്കും, കുറച്ച് കൂടുതലായിട്ട് ഇതുപോലെ എടുത്ത് കഴുകി വയ്ക്കും. അപ്പോൾ നമുക്ക് എന്നും മീൻ കഴുകണ്ടല്ലോ. എനിക്ക് മീൻ കഴുകുന്നതേ ഇഷ്ടമല്ല. അപ്പോൾ ഇതുപോലെ കഴുകുമ്പോൾ കുറച്ച് കൂടുതലെടുത്ത് ഇതുപോലെ കഴുകി വൃത്തിയാക്കി നമ്മൾ വയ്ക്കും. അപ്പോൾ ഇതെല്ലാം മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, കഴുകിയെടുത്തു. അതിനുശേഷം ഇതിനെ ഞാൻ പൊരിക്കാനാണ്. സാധാരണ ഈ മീനൊക്കെ പൊരിക്കുന്നതാണ് നല്ല ടേസ്റ്റ്. അല്ലെങ്കിൽ കറി വയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് ഇങ്ങനെ എണ്ണയായിട്ടിരിക്കും, അതെനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾക്കും അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി, സാധാരണ ഇടില്ല. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അപ്പം ഞാൻ ഇപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് അതിനെ പുരട്ടി വയ്ക്കുക. കുറച്ച് നേരം നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിക്കണം. ഇതിപ്പോൾ കുറച്ച് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുകയാണെങ്കിൽ അത് പൊരിക്കുമ്പോൾ നല്ല അതിൻ്റെ മസാലയൊക്കെ ആ കഷ്ണങ്ങളിലൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ പുരട്ടി ഞാൻ ഇതുപോലെ ഒരു ബോക്സിൽ നാളത്തേക്ക് വേണ്ടി വയ്ക്കും. ഇന്നത്തേക്ക് ആവശ്യമുള്ളത് ഇതുപോലെ ചിലപ്പോൾ 2 ബോക്സ് കഴിയുന്ന ദിവസങ്ങളും കാണും. അതിനുശേഷം ഇന്നത്തേക്ക് ആവശ്യമുള്ളതെടുത്ത് പൊരിക്കുന്ന സമയത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടാൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ അതുപോലെ പൊരിച്ചെടുക്കാം. അതിനിടയ്ക്കതാ മഴ. ഇപ്പം എല്ലായിടത്തും ഇപ്പോൾ മഴയാണല്ലോ. ഉച്ചയ്ക്ക് ശേഷം ഉച്ച വരെ കുറച്ചങ്ങനെ വലിയ കുഴപ്പമില്ലായിരിക്കും, അത് കഴിഞ്ഞ് മഴ. അപ്പം മഴയത്ത് നമുക്കൊരു ഇലയപ്പം തിന്നാലോ? നിങ്ങളുടെ നാട്ടിലെ ഇലയപ്പത്തിന് ഇലയപ്പം എന്ന് തന്നെയാണ്, വയണയില അപ്പം എന്നൊക്കെ പറയും. അപ്പോൾ വയണയില അപ്പത്തിന് വേണ്ടി നമുക്ക് കുറച്ച് അരിമാവെടുത്ത് ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഇതുപോലെ കുഴച്ച് വെച്ച മാവിനെ ഇതുപോലെ വയണയില അല്ലെങ്കിൽ പൊരിയണി ഇല വെച്ചും നമുക്കുണ്ടാക്കാം. അപ്പോൾ എനിക്ക് വയണയില കിട്ടി. വയണയിലയിൽ ഉണ്ടാക്കിയാൽ നല്ല മണമായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരു കയ്യിൽ ക്യാമറ ഇരിക്കുന്നത് കൊണ്ട് എനിക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് വയണയില കോട്ടിയെടുത്തിട്ട് ഇതുപോലെ ആദ്യം അരിമാവ് നിറച്ച് അതിന് ശേഷം അതിനകത്ത് നല്ല ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് അതിനകത്ത് വാരി വെച്ച് ഇതുപോലെ കുറച്ച് മാവ് വീണ്ടും മുകളിൽ വെച്ച് ആക്കിയെടുക്കുക. അതിനുശേഷം ഒരു ഇഡ്ഡലി പാത്രത്തിലെടുത്ത് ഇതുപോലെ വേവിക്കുക. നല്ല ആവി വന്നതിന് ശേഷം, ആവി വരുമ്പോൾ നല്ല മണമാണ്, വയണയിലയുടെ ഒരു മണവും ഒക്കെ. അപ്പോൾ അത് ആവി വന്നിങ്ങനെ ഇരിക്കുകയാണ്. ഇതാണ് വയണയിലയപ്പം. പിന്നെ കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു, ഒരു യൂണിഫോമിൻ്റെ പാൻസ്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നേരം കിട്ടുമ്പോൾ ഞാൻ ഇതുപോലെയൊക്കെ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് സ്റ്റിച്ചിങ് വീഡിയോസ് സെപ്പറേറ്റ് വേണമെങ്കിൽ കമൻസിൽ ചോദിച്ചാൽ ചെയ്യുന്നതായിരിക്കും. ഇത് കുഞ്ഞു പിള്ളേരുടെ ഒരു 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ യൂണിഫോം പാൻസാണ് തയ്ക്കുന്നത്. അപ്പോൾ ഇത് നല്ല ഇതുപോലെ കട്ട് ചെയ്തിട്ട് സൈഡിൽ നിന്ന് ഇതുപോലെ അടിച്ച് വരിക. I wish a void
opened in the air. Just suck me up, 'cause I really don't care. While I'm falling, I wondered if you would miss me when I'm gone. While I'm falling, I wondered if you would miss me when I am gone. I feel so hollow, hollow inside, hollow inside. Promise me everything, promise me everything, but please don't lie. Disappointment echoes in my brain. Anyone would really go insane. Empty hands promised me everything. Gave me nothing.